തിരുവനന്തപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി പ്രവാസി വ്യവസായി. FDI 30 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് ശേഷം മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ടും തിരികെ നൽകുന്നില്ലെന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. കിള്ളിപ്പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജിഡ്കോസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് പരാതി. FDI കൈപ്പറ്റിയ തുക മെച്യൂരിറ്റി കാലാവധി കഴിഞ്ഞിട്ടും ബാങ്ക് അധികൃതർ തിരികെ നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. കരമന സ്വദേശിയും പ്രവാസിയുമായ മനോജാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 24/6/2023 ജിഡ്കോസ് ബാങ്കിൽ 30 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 24/12/2025 FD മെച്യൂറായി. മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ടും തുകയോ പലിശയോ ബാങ്ക് അധികൃതർ തിരികെ നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. അതായത് കഴിഞ്ഞ വർഷം 2025 തന്നെ അവർ എനിക്ക് പലിശയൊക്കെ തരാനുള്ള ഒരു ഇത് കുറവായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റിൽ വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് ബാങ്കിൽ പോവുകയും അന്നേരം ഈ ഡിസംബർ മാസം മെച്ചർ ആവുന്നതുകൊണ്ട് ആ ഡേറ്റിൽ ഫുൾ എമൗണ്ട് പലിശ ഉൾപ്പെടെയുള്ള എമൗണ്ടിനുള്ള മുഴുവൻ ചെക്ക് തരികയായിരുന്നു. ആ ചെക്ക് ഡിസംബറിൽ ബൗൺസ് ആയ സമയത്താണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അന്നേരം ബാങ്കുകാർ വന്ന് പറഞ്ഞു ഒരുമിച്ച് തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് 3 തരാമെന്നുള്ള രീതിയിൽ 10 ലക്ഷം വെച്ച് 3 ചെക്കുകളായിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിന് അവർ ഞങ്ങൾക്ക് തരികയായിരുന്നു. ബാങ്കിൽ നിരന്തരം ആവശ്യപ്പെട്ടതോടെ 10 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതായതോടെ ചെക്ക് മടങ്ങിയെന്നും മനോജ് പരാതിപ്പെടുന്നു. ചെക്ക് ബൗൺസ് ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ ഒരുമിച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് 3 ചെക്കുകളായിട്ട് അവർ തരാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്തു. അതായത് ഫെബ്രുവരി 28 മാർച്ച് അവസാനവും ഏപ്രിൽ അവസാനം 3 തന്നു. ആ 3 ചെക്കുകളും ബൗൺസായി, ഫണ്ടില്ലാതെ ബൗൺസായി. തനിക്കുണ്ടായ ദുരനുഭവം സൂചിപ്പിച്ച് ഫോർട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ബാങ്ക് അധികൃതരെ സഹായിക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും മനോജ് ആരോപിക്കുന്നു. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും അതിൻ്റെ കമ്മീഷണറിനും DCPക്കും NRI സെല്ലിനും കളക്ടറിനും ആഭ്യന്തരമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടും നാളിതുവരെ, ഞാൻ ഏപ്രിൽ 10 ദുബൈയിൽ നിന്ന് വന്നതാണ്. ഈ 2.5 മാസമായിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ഓരോ ഓഫീസ് കയറി ഇറങ്ങിയിട്ടും നാളിതുവരെ ഒരു ആക്ഷനും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ബാങ്കുകാരും വളരെ ധിക്കാരത്തോടുകൂടി ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വന്നിരുന്നു. ധിക്കാരത്തോടുകൂടിയാണ് പറഞ്ഞത് ഡിസംബർ ആകുമ്പോഴേ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ തരാൻ പറ്റുള്ളൂ, അതും എത്ര രൂപ തരുമെന്നുള്ള രീതിയിൽ പറയുന്നില്ല. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു നിസ്സഹായനായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിലൂടെ സമ്പാദിച്ച തുകയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ബാങ്ക് അധികൃതരുടെ തട്ടിപ്പിൽപ്പെട്ടതോടെ ഇനി മുന്നോട്ട് എന്ത് എന്ന ആശങ്കയിലാണ് മനോജും കുടുംബവും. ജനം, തിരുവനന്തപുരം.